എല്ലാവർക്കും ഒരു ഡോണ കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഈസ്റ്റർ സ്പെഷ്യൽ സുന്ദരി അപ്പമാണ്. പേര് കേൾക്കുന്ന പോലെ തന്നെ അപ്പം വളരെ നല്ല സുന്ദരിയാണ്. അതേപോലെ തന്നെ കഴിക്കാൻ വളരെ നല്ല ടേസ്റ്റുമാണ്. കുറച്ച് ഇൻഗ്രീഡിയൻറ്റ് സാധനങ്ങൾ മാത്രം മതി ഈ സുന്ദരി അപ്പം ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ആ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ മൊബൈലിൽ കിട്ടും. അപ്പം നമുക്ക് സുന്ദരി അപ്പത്തിന് വേണ്ടിയ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറയാം. 1.5 കപ്പ് ഇഡ്ഡലി റൈസ് നന്നായി കഴുകിയതിന് ശേഷം ഒരു 4-5 മണിക്കൂർ കുതിർത്ത് വെച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇതിന് പകരം പച്ചരി വേണേലും യൂസ് ചെയ്യാം. അപ്പം നല്ല റൈസ് എടുക്കുവാണെങ്കിൽ അതേപോലെ തന്നെ നല്ല ഒരു അപ്പവും നമുക്ക് തയ്യാറാക്കാം. നല്ല അരി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം ഞാനിത് മെഷർമെൻറ്റ് കപ്പിൽ 250 ml 1.5 കപ്പ് ഇഡ്ഡലി റൈസാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് വേണ്ടിയത് തേങ്ങ വേണം. ഇത് ഞാൻ എടുത്തിരിക്കുന്നത് 1/2 മുറി തേങ്ങ ഉണ്ട്. തേങ്ങ നല്ലോണം വേണം. പിന്നെ ഇതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ മിക്സിയുടെ ജാറിൽ ഇടുന്ന സമയത്ത് പറയാം. അപ്പോൾ നമുക്കിത് ഇഡ്ഡലി റൈസിൻ്റെ പകുതി റൈസ് നമുക്ക് ഇതിലേക്ക് മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ തേങ്ങയുടെ അളവ് 1/2 മുറി തേങ്ങയുടെ പകുതി ഒരു 1/4 മുറി തേങ്ങ ഇതിലോട്ട് ചേർക്കുവാണ്. വെള്ളം ഒഴിക്കുമ്പോൾ ഒരുപാട് വെള്ളം കൂടി പോകരുത്. നമ്മുടെ ബാറ്റ് ഒരുപാട് ലൂസാകാൻ പാടില്ല. അപ്പം ഇത് അരിയാൻ മാത്രമുള്ള ഒരു വെള്ളം മാത്രം ഒഴിക്കാവുള്ളൂ. അപ്പോൾ ഇത് ഞാൻ നികത്തി വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇത്രയും വെള്ളം മതി. നമുക്കിത് നന്നായിട്ട് ഫൈനായിട്ട് ഇത് അരച്ചിട്ട് വരാം. ഇപ്പോൾ ഒരു ബൗളിലോട്ട് ഇപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് ഞാൻ മാവ് അരച്ചിട്ടുണ്ട്. അതൊരു കുഴിയുള്ള പാത്രത്തിലോട്ട് ഞാൻ ഒഴിക്കുകയാണ്. അങ്ങനെ അടുത്ത ട്രിപ്പ് ഇതിലോട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ റൈസ് ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് പഞ്ചസാരയാണ്. അത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർക്കുക. ഞാനിതിപ്പം 2 ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റ് ഒരു 1/2 ടീസ്പൂണ് ചേർക്കുവാണ്. ഞാൻ പറഞ്ഞ പോലെ കുറച്ച് വെള്ളം ഒഴിക്കുന്നുള്ളൂ. വെള്ളം നമുക്ക് വേണമെങ്കിൽ എത്ര വേണേലും ആഡ് ചെയ്യാം. പക്ഷെ കൂടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു രക്ഷയില്ല. അപ്പം ഒത്തിരി ലൂസായി പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ നല്ല ഒരു സോഫ്റ്റായിട്ടുള്ള അപ്പം കിട്ടത്തില്ല. അപ്പം അതനുസരിച്ച് വേണം നിങ്ങൾ വെള്ളം എടുക്കാനായിട്ട്. അപ്പം അങ്ങനെ രണ്ടാമത്തെ സെറ്റും അരച്ചിട്ടുണ്ട്. കൈ നന്നായി കഴുകിയതിന് ശേഷം കൈ കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഉപ്പ് ഇട്ടിട്ടില്ല, ഞാൻ രാവിലെ ഉപ്പ് ഇടത്തുള്ളൂ. മാവ് പൊങ്ങിയതിന് ശേഷം ഉപ്പിട്ടാൽ മതി. ഇപ്പം നാട്ടിലും ഗൾഫിലൊക്കെ ആണെങ്കിലും ചൂടാണ്. അപ്പോൾ ഒരു 9 മണി 10 മണി സമയത്ത് രാത്രി 9 മണി 10 മണി ആകുമ്പോൾ ഇത് അരച്ചാൽ മതി. കാരണം ഈ ചൂട് സമയമായതുകൊണ്ട് പിന്നെ ഈസ്റ്റ് ഇട്ട് വയ്ക്കുന്നതുകൊണ്ട് മാവ് പെട്ടെന്ന് പൊങ്ങും. അപ്പോൾ നേരത്തെ അരച്ച് വെച്ച് കഴിഞ്ഞാൽ മാവ് പൊങ്ങി കഴിഞ്ഞാൽ കുറച്ച് ഇരിക്കും തോറും ചിലപ്പോൾ മാവിന് നല്ല പുളിയായിരിക്കും. അപ്പം നമ്മൾ ഉണ്ടാക്കുന്ന അപ്പത്തിന് നല്ല പുളിരസം തോന്നും. അതുകൊണ്ട് രാത്രി ഒരു 9 മണി 10 മണി ആകുമ്പോൾ അരച്ചാൽ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ ഒരു 7 മണി 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് മാവൊക്കെ നന്നായിട്ട് പൊങ്ങി കാണും. അപ്പോൾ നമുക്കിത് അടച്ച് വെച്ചിട്ട് പൊങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യാം. അഥവാ നിങ്ങൾ നേരത്തെ അരച്ചതിന് ശേഷം മാവ് പൊങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെടുത്ത് ഫ്രിഡ്ജിൽ വെക്കണം. മാവ് പൊങ്ങാനായിട്ട് നമുക്കൊരു 7 to 8 hours റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പം നമുക്ക് സുന്ദരിയപ്പം ഉണ്ടാക്കാം. അപ്പം ഞാൻ മാവ് പൊങ്ങി അതിനകത്ത് ഉപ്പൊക്കെ ഇട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് സുന്ദരിയപ്പം തയ്യാറാക്കാം. അപ്പം ഞാൻ ദോശക്കല്ലിലാണ്, ഇരുമ്പിൻ്റെ ദോശക്കല്ലിലാണ് ഇത് ചൂടുന്നത്. നിങ്ങൾക്ക് ഫ്രൈ പാൻ ഉണ്ടെങ്കിലും അതേലും ഇതുണ്ടാക്കാം. അപ്പോൾ കല്ല് ചൂടാന് ശേഷം നമുക്ക് മാവ് ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഒരു തവി മാവ് ഒഴിച്ചിരിക്കുന്നത്. ഇനി അത് പഴുത്തൊന്നും വേണ്ട. ഈ കൊമ്മളയൊക്കെ ജസ്റ്റ് ഒന്ന് വന്നിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് 2-3 മിനിറ്റും കൊണ്ട് തന്നെ ഇതാകും. തിരിച്ചിടേണ്ട ആവശ്യം ഇല്ല. വാരിട്ട് അലിഞ്ഞു പോകുന്ന അതേപോലത്തെ നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല സുന്ദരി അപ്പമാണിത്. കുട്ടികൾക്ക് തന്നെ വളരെ ഇഷ്ടപ്പെടും. ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം ഇത് ചെയ്യാൻ. ഹൈ ഫ്ലെയിമിൽ ഇടരുത്. അപ്പോൾ ഇതിൻ്റെ പുറം വേവത്തില്ല, അടി പെട്ടെന്ന് കരിഞ്ഞു പോകും.
അപ്പോൾ അതേ നമ്മുടെ സുന്ദരിയപ്പം, ആദ്യത്തെ സുന്ദരിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ട, നല്ലതാണ്. സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റുന്നു. അടുത്ത ഒന്നുകൂടെ ഉണ്ടാക്കി കഴിക്കാം. ഇപ്പോൾ ദോശക്കല്ലിലാണുമ്പോൾ നമ്മൾ ഓരോ അപ്പം ചുടുമ്പോഴും കുറച്ച് എണ്ണയിൽ തടവിട്ട് വേണം ഇത് ഉണ്ടാക്കാനായിട്ട്, അല്ലെങ്കിൽ അടി പിടിക്കും. കുറച്ച് എണ്ണ മതി, ഒരുപാട് എണ്ണ ഇട്ട് തൂക്കണ്ട. ഒരു കുഴിഞ്ഞ തവിയിൽ ഒന്ന് ഒഴിച്ചാൽ മതി. നമ്മൾ വെള്ളം ഒരുപാട് കൂടി പോകരുതെന്ന് പറയുന്നത്. ഒത്തിരി കൂടി പോയിട്ടുണ്ട് അതങ്ങ് ഒടിഞ്ഞ് ഭയങ്കര ലൂസായിട്ട് പോകും. അപ്പോൾ നമ്മൾ ആ ഉദ്ദേശിക്കുന്ന നല്ലൊരപ്പം കിട്ടത്തില്ല. അപ്പം മാവ് അരയ്ക്കുമ്പം നിങ്ങൾ വളരെ കുറച്ച് വെള്ളത്തിൽ അരച്ച് നോക്കുക. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ സുന്ദരിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സുന്ദരിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടോ, വളരെ നല്ല സോഫ്റ്റായിട്ടുള്ള ഒരപ്പമാണിത്. ഒത്തിരി ചെറുതീയിലിട്ടാൽ മതി, അപ്പോഴത്തേക്ക് തന്നെ ഇത് ആയിക്കോളും. ഞാൻ ഒന്ന് കഴിച്ച് നോക്കട്ടെ. വായിലിട്ട് അലിഞ്ഞു പോകത്തില്ല, അതുപോലത്തെയാണ്. വളരെ നല്ലതാണ്, കുട്ടികൾക്കൊക്കെ വളരെ തന്നെ ഇഷ്ടപ്പെടും. അപ്പോൾ ഈ ഈസ്റ്ററിന് നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് അരച്ച് വെക്കാം, പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. വളരെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈസ്റ്റർ ദിനാശംസകൾ. അപ്പം അടുത്ത നല്ല റെസിപ്പിയായിട്ട് ഓണൊക്കെ ചെയ്ത് വരുന്നത് വരെ നന്ദി, നമസ്കാരം. താങ്ക് യു.